ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ BBAയുടെ മൈനർ 2 ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ 2024 നവംബർ മാസം നടന്നിട്ടുള്ള, അതായത് കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് സെമസ്റ്ററിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കീ വെച്ച് വിശദീകരിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഉദ്ദേശം. അതിൽ നോക്കുക, നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 70 മാർക്കിനാണ് ഉണ്ടാവുക. ആദ്യത്തെ സെക്ഷനിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സീലിംഗ് എന്ന് പറയുന്നത് 24 മാർക്ക്. ഈ 3-ൽ നിങ്ങൾക്ക് 10 വേണമെങ്കിൽ എഴുതാം. പക്ഷേ എത്ര എഴുതിയാലും മാക്സിമം മാർക്ക് കിട്ടുക 24 മാർക്കാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 7 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഫസ്റ്റ്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ കീ തന്നെ കൊടുത്തതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡയറക്റ്റ് ആൻസർ കീയിലേക്ക് എന്ത് ചെയ്യാണ് പോവാണ്. നോക്കുക എന്താണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ്, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് നമുക്കറിയാം. ഒരു സ്ഥാപനം അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ സെയിൽസ് നടത്തുമ്പം എത്ര സെയിൽസ് നടത്തി കഴിഞ്ഞാലും ഒരു സെർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ എത്ര സെയിൽസ് അല്ലെങ്കിൽ എത്ര പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാലും അതിൻ്റെ കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ റിമെയിൻ സെയിം ആയിരിക്കും. കോസ്റ്റ് ദാറ്റ് ആർ സെയിം റിഗാർഡ്ലെസ് ഓഫ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽസ് വോളിയം അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, ഇത് എന്തൊക്കെയാണെങ്കിലും ശരി അതിൻ്റെ കോസ്റ്റ് സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം, റെൻറ്റ് ഒരു എക്സാമ്പിളാണ്. നമ്മൾ എത്ര റെൻറ്റ് കൊടുക്കുകയാണ്, നമ്മൾ മാസം ഫിക്സ്ഡ് ആയിട്ടൊരു റെൻ്റ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ അതിന് നമ്മൾ ചിലപ്പോൾ 1000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ 1500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, ചിലപ്പോൾ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എത്ര യൂണിറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാലും റെൻറ്റ് സമം ഏത് മാസത്തും ഒരേപോലെ ഫിക്സ്ഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സാലറിയും നോർമലി ഇങ്ങനെ തന്നെയല്ലേ വരിക. നമ്മുടെ എംപ്ലോയീസ് എത്ര പണിയെടുത്ത് എത്ര പ്രൊഡക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാലും നോർമലി സാലറി, എല്ലാ സാലറി അല്ല, നോർമലി ഫിക്സ്ഡ് ആയിട്ടുള്ള സാലറി, വേജസിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഇൻഷുറൻസ് അല്ലേ, എത്ര പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിലും ഇൻഷുറൻസ് എത്രയാണോ അത് വരും. പ്രോപ്പർട്ടി ടാക്സ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ലോണിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി, അതായത് പ്രൊഡക്ഷനോ സെയിൽസോ കൂടുന്നുണ്ടെങ്കിൽ അതേ അനുപാതത്തിൽ കൂടും, കുറയുകയാണെങ്കിൽ അതേ അനുപാതത്തിൽ കുറയും ചെയ്യും. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവ് വരുന്നത് 4000 രൂപയാണെങ്കിൽ, 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചിലവ് വരുന്നത് 4000 രൂപയാണെങ്കിൽ 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്തായി മാറും, 8000 ആയി മാറും. അത് 3000 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് 12000 ആയി മാറും. അതായത് എന്തായി മാറും, വോളിയം കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനത്തെ കോസ്റ്റാണ്. അത് എന്താണ്, ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അതേ പ്രൊപ്പോർഷനിൽ, അതായത് ഒരേ അനുപാതത്തിലായിരിക്കും എന്ത് ചെയ്യുക, കോസ്റ്റും ഇൻക്രീസ് ചെയ്യുക. ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരിയബിൾ കോസ്റ്റും കൂടും എന്നുള്ളതാണ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ്. അതിൻ്റെ ഇടയിൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കുറച്ച് കീ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് ടൈം ബേസ്ഡ് ആണ് അല്ലേ. സാലറി ആയാലും റെൻ്റ് ആയാലും ഇൻഷുറൻസ് ഒക്കെ ആയാലും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ 0 ആണെങ്കിലും നോർമലി ഈ കോസ്റ്റൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുകയാണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് ഫിക്സഡ് കോസ്റ്റിൻ്റെ കാര്യമാണ്. അതെങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ 1000 യൂണിറ്റ് ആണെന്ന് കരുതുക. പ്രൊഡക്ഷൻ 1000 യൂണിറ്റ് ആണ്. നമ്മുടെ റെൻറ്റ് കൊടുക്കുന്നത് 5000 രൂപയാണ്. 5000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരിക, 5000 ആണ് കോസ്റ്റ്. ഒരു യൂണിറ്റ് എത്ര യൂണിറ്റ് ഉണ്ട്, 1000 യൂണിറ്റ് ഉണ്ട്, 5 രൂപ വരും. ഇനി നമ്മൾ യൂണിറ്റ് ഉണ്ടാക്കിയത് 2000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെൻറ്റിൽ മാറ്റം വരുമോ, ഇല്ല. പക്ഷേ 5000 ഡിവൈഡ് ബൈ 2000 യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക, 5000 ഡിവൈഡ് ബൈ 2000 ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എന്തായാലും എമൗണ്ട് കുറയുക ചെയ്യുന്നത് അല്ലേ. 2 സംതിങ് എന്തായാലും വരും. പിന്നെ നമ്മൾ ഈ 3 0 വെട്ടി പിന്നെന്താ ഉള്ളത്, ഈ രീതിയിലാണ് വരുന്നത് അല്ലേ. അപ്പം 2
സംതിങ് എന്തായാലും എത്തും അല്ലേ. 2.25 അങ്ങനെ എന്തോ ആണ്. എന്തോട്ടെ കറക്റ്റ് സംഖ്യ ഞാൻ നോക്കിയിട്ടില്ല, അത് അനുസരിച്ച് വരും. എന്തായാലും കോസ്റ്റ് ഉദാഹരണത്തിന് 2.25 ആണെങ്കിൽ, അല്ലെങ്കിൽ 2.5 ആണെങ്കിൽ ഏതോ ആവട്ടെ, അത് ഈ 5 എന്നുള്ളത് എന്തായി മാറി, കോസ്റ്റ് പെർ യൂണിറ്റ് കുറഞ്ഞു. അപ്പം ഈ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ആവും. അതേപോലെ തന്നെ കൂടുകയാണെങ്കിലോ കോസ്റ്റ് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ ഡിക്രീസ് ആവുകയാണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് ആവും ചെയ്യും. എന്നാൽ വേരിയബിൾ കോസ്റ്റിൽ പെർ യൂണിറ്റ് കോസ്റ്റ് ഒരു മാറ്റം വരില്ല, അതെപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അത് നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ചേഞ്ചസ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽസ്. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന ഒരു അനുപാതത്തിൽ എന്ത് ചെയ്യും, ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഡയറക്റ്റ് ആയിട്ടുള്ള അനുപാതത്തിൽ, അതായത് കൂടുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റും കൂടും, കുറയുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റും കുറയും. അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത്. നിങ്ങൾ കോറിലേഷനൊക്കെ പഠിക്കുമ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. റോ മെറ്റീരിയൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റോ മെറ്റീരിയൽ വേണ്ടത്, ഓരോ റോ മെറ്റീരിയലിനും 4 രൂപയാണെങ്കിൽ എനിക്ക് 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത് എത്രയാണ്, 8000 ആണ്. ഇനി അത് 3000 യൂണിറ്റ് ആണെങ്കിൽ ഒരു യൂണിറ്റിന് എത്ര വരിക, ഒരു യൂണിറ്റിന് 4 രൂപ വരുമ്പോൾ അത് 12,000 മാറും. ഓക്കെ, എന്താണോ ഇൻക്രീസ് അത് ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും ഉണ്ടാവുക. ലേബറിൻ്റെ കോസ്റ്റും ലേബറിന് കൊടുക്കുന്ന വേജസ് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 5 രൂപയാണെങ്കിൽ 1000 യൂണിറ്റ് ഉണ്ടാക്കാൻ 5000 രൂപ. സെയിൽസ്മാൻ്റെ കമ്മീഷൻ, സെയിൽ കൂടുന്നതിനനുസരിച്ച് കമ്മീഷൻ കൂടും. 1000 രൂപ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 1 രൂപ 1% കമ്മീഷൻ എന്നുണ്ടെങ്കിൽ 1000-ൻ്റെ 1%, 2000 ആകുമ്പോൾ 2000-ൻ്റെ 1%, അങ്ങനെ കൂടി വരും. ഇതൊക്കെയാണ് എക്സാമ്പിൾ. അപ്പം ഇവിടെ വേരിയബിൾ കോസ്റ്റ് പറഞ്ഞാൽ വോളിയം ബേസ്ഡ് ആണ്. അത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പം ഇൻക്രീസ് ആസ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്, ഡിക്രീസ് ആസ് പ്രൊഡക്ഷൻ ഡിക്രീസ്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യും, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കുറയുകയാണെങ്കിലോ കുറയും ചെയ്യും. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. കാരണം എന്താ, നമ്മൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ 4 രൂപ എന്നാണ് ഇവിടെ പറഞ്ഞത്, അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. കോസ്റ്റ് പെർ യൂണിറ്റ് ഏത് കേസിലും വേരിയബിൾ കോസ്റ്റിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം കോസ്റ്റ് പെർ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ ആയിരിക്കും. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരിയബിൾ ആയിരിക്കും, ടോട്ടലിലാണ് ഫിക്സ്ഡ് ആവുക. ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷെ ടോട്ടലിൻ്റെ കേസിൽ നോക്കുക, ടോട്ടൽ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക, അതാണ് നമ്മൾ പറഞ്ഞത്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും റിമെയിൻ അൺചേഞ്ച് ആയിരിക്കും. ടോട്ടലിലാണ് ചേഞ്ച് വരിക. വേരിയബിൾ കോസ്റ്റിൽ ടോട്ടലിൽ ചേഞ്ച് വരും, എന്നാൽ കോസ്റ്റ് പെർ യൂണിറ്റിൽ ചേഞ്ച് വരില്ല. അത് നല്ലപോലെ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് നമുക്ക് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പിന്നെ നമ്മുടെ ആൻസർ കീ ഒക്കെ ഉണ്ടാക്കിയത് ChatGPT നിന്ന് കോപ്പി പേസ്റ്റ് ആയതുകൊണ്ടാണ് ChatGPT പോലെ ഇനിയും ഡെപ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് വേരിയബിൾ കോസ്റ്റും ഇത് എന്താണെന്ന് 2 മാർക്ക് 3 മാർക്കിന് ചോദിച്ചാൽ ഇത്രയും പോയിന്റ് ഒരു അത്യാവശ്യമുണ്ട് കേട്ടോ. ഇനി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ജേണലിൽ നിന്നും അക്കൗണ്ടിങ് പ്രോസസ്സ് മനസ്സിലാക്കിയിട്ടില്ലേ, ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് മാറ്റുന്ന, ഓരോ ലെഡ്ജറിലേക്കും ട്രാൻസാക്ഷൻ മാറ്റുന്നതിനാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ അക്കൗണ്ടിങ്, പോസ്റ്റിംഗ് റെഫേഴ്സ് ടു പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ എ ജേണൽ ടു ദ അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ഇൻ ലെഡ്ജർ. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്. ഇതെന്താണ്, അക്കൗണ്ടിങ് സൈക്കിൾ എടുക്കുമ്പോൾ ജേണൽ, പിന്നെ ലെഡ്ജർ, പിന്നെ ട്രയൽ ബാലൻസ്, അങ്ങനെ പോലെ ആ ഒരു ലെഡ്ജർ, ആ ഒരു സ്റ്റെപ്പിലുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സിലെ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പാണ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പോസ്റ്റിംഗ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എന്താണ് പോസ്റ്റിംഗ് എന്നുള്ളത്. ഓക്കെ, ഇനി വാട്ട് യു മീൻ ബൈ ഡിപ്രീസിയേഷൻ എന്താ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് അസറ്റിൻ്റെ അതിൻ്റെ വിയർ ആൻഡ് ടിയർ, ഒബ്സോലസൻസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിറ്റീറിയോറേഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ അത് കണക്കാക്കുന്നതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഉദാഹരണത്തിന് നമ്മളൊരു കാറ് വാങ്ങിക്കഴിഞ്ഞാൽ കാറ് 1 വർഷം കൊണ്ട് തന്നെ അതിൻ്റെ മുഴുവനും അത് എക്സ്പെൻസായി നമ്മൾ കണക്കാക്കൂല.
കാറിൻ്റെ യൂസ്ഫുൾ ലൈഫ് നമ്മൾ നോക്കും. കാറിൻ്റെ യൂസ്ഫുൾ ലൈഫ് എത്ര, 10 വർഷമാണെങ്കിൽ 10 വർഷം അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഓരോ വർഷം അതിൻ്റെ വിയർ ആൻഡ് ടിയർ, ഒബ്സോലസൻസ്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഡിറ്റീറിയോറേഷൻ, അതായത് ടെക്നോളജി അപ്ഡേഷൻ എന്താണ് ഔട്ട്ഡേറ്റ് ആയി പോലെ, അതേപോലെ തന്നെ അതിന് വരുന്ന തേയ്മാനങ്ങൾ, അതിന് വരുന്ന പിന്നെ എന്താണ് ശോഷണങ്ങൾ, ഇത്തരം സാധനങ്ങളൊക്കെ കണക്കാക്കുന്നതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് യൂസ്ഡ് ടു അലോക്കേറ്റ് കോസ്റ്റ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ ഇതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെ, ഇറ്റ് ഈസ് എ വേ ടു ഗ്രാജുവലി റെഡ്യൂസ് ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഇറ്റ് വിയർ ഔട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒബ്സൊലേറ്റ് ചെയ്യുന്ന വാല്യൂ, അതുപോലെ തന്നെ അതിൻ്റെ ലോസ് വാല്യൂ ഓവർ ടൈം ഇങ്ങനെ ഇതാകുന്നതിനനുസരിച്ച് അതിനൊരു വാല്യൂ വരൂ, മാറ്റം വാല്യൂവിൽ കുറവ് വരൂലേ. ഇപ്പോൾ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ കാറിന് ഇപ്പോൾ ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ ടൈമുണ്ട്. 2012 മോഡലിന് കിട്ടുന്ന എമൗണ്ട് കിട്ടൂലല്ലോ 2013 2011 സാധനത്തിന്. അപ്പോൾ അത് ഒരു കാരണം, ഇതിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനുള്ള പല കാരണങ്ങൾ, ഒന്ന് അതിൻ്റെ ഉപയോഗം തന്നെയാണ്, മറ്റൊന്ന് അതിൻ്റെ ടൈം കടന്നു പോകാന്നുള്ളതും കൂടെ ഒരു കാരണമാണ്. ഓക്കെ, ഡിപ്രീസിയേഷൻ എന്താ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ അക്യുറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തരും, അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ് കിട്ടും, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും, ഇതൊക്കെ തന്നെയാണ്. ഇനി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്, പക്ഷേ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷനെ കൃത്യമായി റെക്കോർഡ് ചെയ്യുക, അത് ക്ലാസിഫൈ ചെയ്യുക, അതായത് ലെഡ്ജറിലേക്ക് മാറ്റുക, അത് ട്രയൽ ബാലൻസിലേക്ക് മാറ്റുക, അതിനെ അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഇത് ഇൻവോൾവ്സ് എന്താണ്, മെഷർമെൻറ്റ് നടക്കുന്നുണ്ട്, പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന്, ക്രെഡിറ്റേഴ്സിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റിക്കൊക്കെ, ട്രയൽ ബാലൻസ് ഇതിലേക്കൊക്കെ അങ്ങനെ. പിന്നെ അനലൈസിങ് നടത്തുന്നുണ്ട്, വ്യത്യസ്ത പിന്നെ റേഷ്യോ മറ്റുള്ളതൊക്കെ വെച്ചിട്ട്. പിന്നെ അതിനെ കൃത്യമായി ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പർപ്പസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ വരുന്ന ക്യാഷിൻ്റെ ഇൻഫ്ലോ, അതായത് ഇങ്ങോട്ട് വരുന്ന എമൗണ്ടിൻ്റെയും അതുപോലെ കമ്പനിയിൽ നിന്ന് ഔട്ട്ഫ്ലോ, കമ്പനിയിൽ നിന്ന് ക്യാഷ് പുറത്തു പോകുന്നതിൻ്റെയും കാര്യങ്ങൾ ഓവർ എ സ്പെസിഫിക് പീരീഡ്, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയിൽ വരുന്ന എല്ലാ ഇൻഫ്ലോ ക്യാഷും അതുപോലെ തന്നെ ഔട്ട്ഫ്ലോ ക്യാഷിൻ്റെയും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഫണ്ട് ഏത് രീതിയിലൊക്കെയാണ് കമ്പനി കൊണ്ടുപോകുന്നത്, ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കമ്പനിയുടെ ഫിനാൻഷ്യൽ രീതി, അതായത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ അതിന് എത്ര പൈസ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയിലൂടെ അതിന് എത്ര പൈസ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കമ്പനീൻ്റെ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലൂടെ ആ കമ്പനിക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്. ഒരു കമ്പനി നിർബന്ധമായിട്ടും ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ തന്നെ ക്യാഷ് ഉണ്ടാക്കിയാലേ ആ കമ്പനി മെച്ചമുള്ള ഒരു കമ്പനിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഒരു കമ്പനീൻ്റെ മെയിൻ ഓർഡിനറി കോഴ്സ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. അതിൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പലചരക്ക് കച്ചവടം നടത്തുന്ന ഒരു കടയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ എവിടുന്ന് തന്നെ വരണം, ആ ഗുഡ്സ് വിറ്റിട്ട് തന്നെ വരണം. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് നടത്തുന്നതിനുള്ള എന്താണ് ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ആയിരിക്കാം. പക്ഷേ എന്തൊക്കെയായാലും ഏറ്റവും കൂടുതൽ എമൗണ്ട് വരേണ്ട ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആവണം, എന്നാലേ ആ ബിസിനസ്സിന് ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ ഒരു കമ്പനിക്ക് ബിസിനസ് ഫണ്ട് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഫണ്ട് എന്തല്ല ഒരു ശാശ്വത ഫണ്ടാണെന്ന് കരുതരുത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് അതിൻ്റെ ഓപ്പറേഷൻ നിർത്തി വെച്ചിട്ട് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് മാത്രം നീങ്ങിയാൽ പോരെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ക്യാഷ് വരുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. ഞാൻ മറ്റ് കമ്പനികളിലൊക്കെ ഷെയർ ഇട്ടിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിലവിൽ നടത്തുന്ന എൻ്റെ പലചരക്ക് കച്ചവടത്തിൻ്റെ പരിപാടി അവസാനിപ്പിച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലേക്ക് നീങ്ങിയാൽ പോരെ. അപ്പോൾ ക്യാഷ് ഫ്ലോയിൽ ഈ 3 തരം ആക്ടിവിറ്റികളാണ് നോക്കുക: ഫിനാൻസിങ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്.
ഓക്കെ, ഇതിൻ്റെ കീ പർപ്പസ് പറയുന്നുണ്ട്. അസസ്മെൻറ്റ്, ഷോർട്ട് ടൈം സോൾവൻസി നോക്കുന്നുണ്ട്, ലോങ് ടൈം സോൾവൻസി നോക്കുന്നുണ്ട്, ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രയാണ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നത്, എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എങ്ങനെ നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിലെന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഒക്കെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റാത്ത അസറ്റിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുക. ഓക്കെ, അത് ഫിസിക്കലി തൊടാൻ പറ്റൂല, എന്നാൽ അതിനൊരു എക്കണോമിക് വാല്യൂ ഉണ്ട്. അതേസമയം നമുക്കത് ഐഡൻറ്റിഫയബിൾ ആണ്. ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതില്ല, അല്ലാതെ തന്നെ നമുക്ക് ഗുഡ് വില്ല്, ലൈസൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ. കാരണം ഒരു ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സെറ്റ് ഓഫ് റൂൾസ് ആണ്, അതുപോലെ തന്നെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ആണ്. അതെന്ത് ചെയ്യും, എങ്ങനെയാണ് ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ മെഷർ ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ, അതായത് ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ എങ്ങനെയാണ് ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് വാല്യുവേഷൻ നടത്തേണ്ടത്, ഇതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഗവേൺ ചെയ്യുന്ന, ഇതെല്ലാം നിയന്ത്രിക്കുന്ന കുറേ പ്രിൻസിപ്പിൾസും കുറേ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിർബന്ധമായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. കമ്പയർ ചെയ്യാൻ പറ്റുന്നതാവണം. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി നിർബന്ധമാണെന്നൊക്കെ പറയുന്നുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് GAAPS, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ IFRSൻ്റെ ഇന്ത്യൻ വേർഷൻ ആയിട്ടുള്ള IND-AS ഉണ്ട്. ഇതൊക്കെ അക്കൗണ്ടിങ് എന്താണ്, എക്സാമ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഇനി ട്രെൻഡ് അനാലിസിസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കമ്പനിയുടെ വ്യത്യസ്ത സമയങ്ങളിലുള്ള ഫിനാൻഷ്യൽ ഡാറ്റനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടെക്നിക്, ഒരു ടെക്നിക്കാണ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം കമ്പയറിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ വിത്ത് ഫ്രം ഡിഫറെൻറ്റ് പീരീഡ്. വ്യത്യസ്ത പീരീഡിലുള്ള ഡാറ്റകൾ എടുത്തിട്ട്, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സെയിൽസ് എത്രയാണ്? 2023 സെയിൽസ് ഉണ്ട്, 2024 സെയിൽസ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, എത്ര ശതമാനം ഇൻക്രീസ് ഉണ്ട്, ഇതൊക്കെ നോക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസിലൂടെ ചെയ്യുന്നത്. അത് സ്റ്റെപ്സൊക്കെ പറയുന്നുണ്ട്. 3 മാർക്കിൻ്റെ ഇതിലൊന്നും ഇത്ര ഒന്നും എടുത്തിട്ടുണ്ട്. ആൻസർ കീ ഇവർ ChatGPT എടുക്കുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ വലുത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി കറണ്ട് ലയബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്താണ്? കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ കൊടുത്ത് വീട്ടേണ്ട ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ, അതിൻ്റെ ഒബ്ലിഗേഷൻ വീട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അക്കൗണ്ടിങ് പീരീഡ്, അതായത് 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സൈക്കിളിൻ്റെ ഉള്ളിൽ അത് തീർക്കണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് ക്രെഡിറ്റേഴ്സ് വരും, അതേപോലെ തന്നെ ഷോർട്ട് ടൈം ലോണുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അക്രൂഡ് എക്സ്പെൻസസ്, സാലറി വേജസിൻ്റെ അക്രൂഡ് എക്സ്പെൻസസ് ഒക്കെ വരും. ഇനി കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നടക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരം സാധനങ്ങളാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കെതിരെ ഒരു കമ്പനി എന്ത് ചെയ്തു, ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കോപ്പിറൈറ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട്. ആ കേസിൽ നമ്മൾ തോൽക്കാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലായി. വിധിയൊക്കെ വരാൻ ചിലപ്പോൾ 1-2 വർഷം എടുക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു സാധ്യത, നമ്മൾ തോൽക്കാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഫൈൻ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ഫിനാൻഷ്യലിൽ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട്സും അക്കൗണ്ട്സിലൊക്കെ സെപ്പറേറ്റ് കാണിക്കണം. എന്തായിട്ട്? ബാലൻസ് ഷീറ്റിൽ കാണിക്കണ്ട, പക്ഷേ നോട്ട്സും അക്കൗണ്ട്സിൽ സെപ്പറേറ്റ് കാണിക്കണം. ഒരു കണ്ടിജൻറ്റ് ലയബിലിറ്റി ഇങ്ങനെ ഉണ്ട്, ഒരു കേസിൽ നമ്മൾ തോൽക്കാൻ പോവുകയാണ്, അത് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കണം. ഇങ്ങനെ അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു ഇവൻറ്റിൽ നിന്നും നമുക്ക് വരാൻ പോകുന്ന ലയബിലിറ്റീനെ, പൊട്ടൻഷ്യൽ സാധ്യതയുള്ള ലയബിലിറ്റിനെയാണ് കണ്ടിജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ലോ സ്യൂട്ട്, വാറണ്ടി, ഗ്യാരണ്ടി ഒക്കെ കൊടുക്കൂലേ, അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടോട്ടൽ റവന്യൂന്ന് ആ ഗുഡ്സ് വിൽക്കുന്നത് വരെയുള്ള ചിലവ് കുറച്ച് കഴിഞ്ഞാലാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡയറക്റ്റ് കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് പ്രൊഡ്യൂസിങ്
ആൻഡ് സെല്ലിംഗ് ദ ഗുഡ്സ്. ഡയറക്റ്റ് കോസ്റ്റ് ഒരു ഇതിൻ്റെ റവന്യൂന്ന് ഡയറക്റ്റ് കോസ്റ്റ് മാത്രം കുറച്ച് കിട്ടുന്നതിനാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ടാക്സ് എല്ലാം കുറച്ച് കിട്ടുന്ന അവസാനത്തെ ടാക്സ് പ്രോഫിറ്റിനാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയാം. ഇതാണ് നെറ്റ് ഇൻകം. ഇത് ഫൈനൽ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനിയാണ്. എല്ലാ എക്സ്പെൻസും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ കുറച്ചിട്ട് കിട്ടുന്നതാണ്. ഓക്കെ. അടുത്ത ഇത് സെക്ഷൻ എ ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ടൈം വൈകുന്നുള്ളതുകൊണ്ടാണ്, ഡീറ്റെയിൽ ഡിസ്കഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ സെക്ഷനും വെവ്വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് സെക്ഷൻ ബി മുതലാണ്. ഓക്കെ. അപ്പോൾ ബിയും സിയിലും ഒക്കെയാണ് പ്രോബ്ലം ഉള്ളത്. അവിടെ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്താണോ ബാക്കി ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. എന്താണോ കമൻറ്റ് ബോക്സിലിടുക, നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരാം. ഏതെങ്കിലും ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ വേണം, ക്യാഷ് ഫ്ലോ വേണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്, ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ് പോലത്തെ കാര്യങ്ങളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഏരിയ ഒന്ന് ഫോക്കസ് ചെയ്ത് പറയാം. എക്സാം അടുത്തു തുടങ്ങിയില്ല, അതുകൊണ്ടാണ് മുഴുവൻ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. നിങ്ങളുടെ സാഹചര്യം നോക്കിയിട്ട് നമ്മൾ അറിയിക്കുക, അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.